ഓക്കെ, അപ്പോൾ OSHAയുടെ അണ്ടറിൽ വരുന്ന അടുത്ത റെഗുലേഷനാണ് ഫയർ സേഫ്റ്റി. അതായത് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മോസ്റ്റ്ലി ഓൾ ബിൽഡിങ്സ്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ള പോലെ എന്താണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വേണം, ഫയർ അലാറം വേണം, ഫയർ ഹോസസ് വേണം, ഫയർ ഡോർസ് വേണം, അതുപോലെ തന്നെ എന്താണ് ഹൗസ് റീൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം ഒരു വെയർ ഹൗസിലും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് എക്സിറ്റ് റൂട്ട്സ്. ഓക്കെ, എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൊറോവർ തീപിടുത്തം തന്നെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് എക്സിറ്റ് റൂട്ട്സ് വേണം. അതായത് വേറെ സ്മോക്സോ ഫയറോ നമ്മുടെ എന്താ പറയുക കോണ്ടാക്റ്റ് വരാത്ത രീതിയിലുള്ള എക്സിറ്റ് റൂട്ടുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് ആണ് വാക്കിംഗ് ഓർ വർക്കിംഗ് സർഫസ്. അവിടുത്തെ എംപ്ലോയീസ് നടക്കുന്നതോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത് അവിടെ കയറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഇത്ര ഹൈറ്റിൽ പ്രൊഡക്റ്റുകൾ സ്റ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ലിഫ്റ്റുകളുണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, മെഷീനറീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ സേഫ്റ്റി, അത് ആളുടെ മേത്തോട്ട് മുകളിലേക്ക് മറിഞ്ഞ് വീഴരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് മെഡിക്കൽ ആൻഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ലേ. അത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ഒരു സേഫ്റ്റിയാണ് വരുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സുകൾ വരുന്നതല്ലേ. സോ അപ്പോൾ ഇത്തരം സേഫ്റ്റീസൊക്കെ ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ ഇത്തരം റെഗുലേഷൻസൊക്കെ വെയർ ഹൗസിൽ മസ്റ്റായിട്ട് വേണമെന്നാണ് OSHAയുടെ റെഗുലേഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ത്രൂ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. എനിവേ നമുക്ക് എന്താണ് ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളും ബെറ്റർ എന്തായിരിക്കുള്ളൂ ഒരു ലൈവ് ക്ലാസ്സിൽ വന്നത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അല്ലേ. എനിവേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ അതിന് അത്തരം ഡൗട്ടും അല്ലെങ്കിൽ അതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അക്കാദമീനെ കോൺടാക്ട് ചെയ്യുക. നമ്മളെന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ആ ഒരു ലോജിസ്റ്റിക്സ്, ഇപ്പോൾ നമ്മൾ വെയർ ഹൗസിനെ പറ്റി പറയുമ്പോൾ ലോജിസ്റ്റിക്സിൽ ഒരു കുഞ്ഞ് പാർട്ട് മാത്രമാണ് വെയർ ഹൗസ് വരുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ. നമുക്ക് ഇനിയും പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ വരികയാണെങ്കിൽ ഡയറക്റ്റ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക വെയർ ഹൗസിൽ നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ കൊമേഴ്സിനെ പറ്റി പറഞ്ഞു, സേഫ്റ്റി പറഞ്ഞു, പിന്നെ അതിന് നമുക്ക് ടൈപ്സ് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഇൻവെൻട്രീനെ പറ്റിയും പറഞ്ഞു, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് അവർ അക്കാദമി. ഓക്കെ, താങ്ക് യു.